ഹായ് പറയൂ. ഹായ് ഗൈസ്. എൻ്റെ വാപ്പയാണ് വീഡിയോ എടുക്കുന്നത്. ഹായ് ഗൈസ്. നമ്മുടെ വട്ടവട കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ഒരു ഈ പോയിന്റിലേക്ക് വരികയാണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് ബോഡിമേട് മേഘമല കമ്മന്തേനിയുടെ പുറകു സൈഡാണ്. അതിൻ്റെ ഒരു വ്യൂ പോയിന്റാണ്. അപ്പോൾ നമുക്കിത് കാണിച്ചു തരാം. നമുക്ക് ഒന്ന് മകള് വാ വാ വാ. രസമുള്ളൊരു സ്കിറ്റാണ്. പറ്റിട്ടിരിക്കുക. നമുക്ക് നമ്മ ഊരിൽ നിന്ന് ആൾ വരുമ്പോൾ വാങ്ങ വേണ്ട. நம்ம ஊரில் இருந்து ஆள் வரும்போது வாங்க வேண்டாம் தானே. யூடியூப் பண்ணிட்டுருக்கேன். சரி, ഇവിടെ தான் ഇങ്ങ വില കുറച്ചും കമ്മി. അപ്പം ഞാൻ മലയാളത്തിൽ പറയാം, തമിഴ്നാട്ടിൽ പറയും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കണ്ടതിൽ വെച്ച് കുറച്ച് വില ഇവിടെ കുറവുണ്ട്. എന്നാലും അവർ എന്തെങ്കിലും കൂടെ കുറച്ച് തരാണ്ടിരിക്കില്ല. അപ്പോൾ എടുത്താൽ അവർ കുറച്ച് തരും. അപ്പോൾ നമ്മുടെ അത്യാവശ്യത്തിന് വാങ്ങിയിട്ടുണ്ട്. എന്നാലും വിലയെ കുറച്ച്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ സെറ്റർ വാങ്ങണമെങ്കിൽ ഇവിടെ എല്ലാം വലിയ ഓർഡറൊക്കെ 300, 250 ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് കേട്ടോ. പുറത്ത് പോയി വാങ്ങുമ്പോൾ നോക്കി വാങ്ങണം. ഒരുപാട് സെറ്ററുകൾ നല്ല വില കുറവാണ്. ഇതൊക്കെ വളരെ വില കുറവാണ്. എല്ലാം വില കുറച്ചാണ് വിൽക്കുന്നത്. ഇവിടെ തേയിലയുണ്ട്. അതുകൊണ്ട് തേയില തേയിലൊക്കെ വില കുറവല്ലേ? അത് മലയാളിയും കൂടെയാണ് പുള്ളി. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇവിടെ ഇറങ്ങിക്കൊള്ളാം. പുള്ളിയൊക്കെ ഞാനായിട്ട് തരും കേട്ടോ. ശരി. ഇവിടെ ഒരു ചേച്ചി മലയാളിയാണ് കേട്ടോ. ഒരു സെറ്ററൊക്കെ വിൽക്കുന്നത്. തമിഴ്നാളിയാണ്. നമ്മൾ മലയാളിയിൽ വന്നിട്ട് അപ്പൊ നമ്മുടെ വേസ്റ്റിന് വേണ്ടിട്ട് ഹായ് പറഞ്ഞേ. അപ്പൊ ചേച്ചിയുടെ കട നോക്കിച്ചില്ല. ഇതൊക്കെ ചേച്ചിയുടെ കടയാണ്. ചേച്ചി എല്ലാം ഡൽഹി ഐറ്റംസ് ആണ് ഇവിടെ എടുത്തോണ്ട് വന്ന് നിങ്ങൾക്ക് ഡൽഹിയിൽ നിങ്ങൾ അറ്റം വരെ കൊണ്ടുവന്ന് പിന്നെ ഇത്രയും ബിസിനസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂട്യൂബില് ഇതൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഇഷ്ടംപോലെ കൊണ്ടിട്ട് വിൽക്കുകയാണ്. അവർ അവിടെ കിടന്ന സാധനങ്ങളെല്ലാം ഇവിടെ ചുമന്ന് കെട്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളത് വാങ്ങി അവർ സപ്പോർട്ട് ചെയ്യുന്ന അവിടെ വരുമ്പോൾ എന്തായാലും സെറ്റർ നിങ്ങൾക്ക് വാങ്ങേണ്ടി വരും. ഇനി അങ്ങോട്ട് തണുപ്പ് സമയങ്ങളാണ്. ഇത്തിരി ഇങ്ങനെ ചൂടാണ് കേട്ടോ. യൂട്യൂബ് ചാനൽ, ലൈഫ് ചാനൽ, യൂട്യൂബ്, ഇൻസ്റ്റ அக்கௌண்ட் சொல்லிக் கொடு. அவரை ஃபாலோ பண்ணிட்டு അക്കൗണ്ട് ചൊല്ലി കൊടു. അപ്പം ശരി, ഇത് എൻ്റെ ബി പോയിന്റാണ് അങ്ങനെ കാണുന്നത്. അത് നല്ല രസകരമായ സാധനമാണ്. കുറച്ച് ക്യാമറ ഒന്ന് ചാടുന്നുണ്ട്. എൻ്റെ ക്യാമറയൊന്നും അത്രയും വലിയതൊന്നുമല്ല. നമ്മുടെ അത്രയും വലിയ സെറ്റപ്പ് ടീമൊന്നും അല്ല. കൊച്ചു ക്യാമറയിൽ വെച്ചാണ് ഇത് പിടിക്കുന്നത്. അപ്പോൾ ഈ 300 മീറ്റർ ബിസിനസിൻ്റെ ഏരിയയാണ് കേട്ടോ ഇവിടെ. അതാണ് ഇവിടുത്തെ അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, നമ്മുടെ പോയിന്റ് ഈ വരുന്നതിൻ്റെ അടുത്ത 300 മീറ്റർ നമ്മൾ നടത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ് മേഖലയാണ് കേട്ടോ. ബിസിനസിൻ്റെ ഒരു പരിപാടിക്കാണ് കേട്ടോ. വാ മകളെ. കാണുന്നതാണ് സംഭവം. ഇത് കാണിച്ചു തരാം. ഇത് വലിയ സംഭവം എന്നൊക്കെ അവർ പറയുന്നത്. എനിക്കത് നോക്കട്ടെ, എന്തായാലും സംഭവം എന്താണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ടോയ് ഐറ്റംസ്. ഇങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബിസിനസ് തന്നെയാണ് അവർ കാണുന്നത്. പിന്നെ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതാണ് ആ വ്യൂ പോയിന്റിൻ്റെ ഒരു സൈഡ്. ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വരുന്ന വ്യൂ പോയിന്റാണ്. നമുക്ക് നേരിട്ട് കാണാനൊക്കെ വളരെ രസമുണ്ട്. എന്താ പിന്നെ നായി ഇருக்கு ഇതെടുത്ത ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇവിടെ തേനുണ്ട്, ആയുർവേദ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇവരോടാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങിച്ച് നോക്കിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ അറിയാം. പൊട്ടാട്ടിൽ എന്തൊരു പരിപാടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് സാധനം സംഭവം? പൊട്ടാസ് ചിപ്സ് ലൈഫ് അടിച്ചു കൊടുക്കുന്നത് അല്ലേ? എவ்வளோ റേറ്റ്? എത്ര? 50 രൂപ. സാപ്പിടൊക്കെ തന്നായിരുന്നു പറ്റും പോകണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് 300 മീറ്റർ അത് വാങ്ങിക്കോ. ഇതെല്ലാം കമ്മല്, ഇവിടെ ഫാൻസി. ഇതൊരു ബിസിനസ്, ഒരു നമ്മുടെ നാട് പോലെ ഒരു ബിസിനസ് മേഖല തന്നെ കേട്ടോ. ഇവിടെ ഉള്ളത് കമ്മല്, ടോയ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ബാഗ്, കോട, തൊപ്പി ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഹോം ഡെക്കറേഷൻ. വീട്ടിലൊക്കെ നമുക്ക് ഇടാം, ഫാൻസി പോലെ ഇടാം. വീട്ടിൻ്റെ കയറി പോകുന്ന വാതിലിൻ്റെ ഇടാം. നല്ല രസമായിരിക്കും.
കിളികളുടെ തൂവലുകളും പക്ഷികളുടെയും കോഴികളുടെയും തൂവലിൽ കളറും മുക്കിയിട്ടിട്ട് വിൽക്കുന്ന പരിപാടിയാണ്. നല്ലതായിരിക്കും, കൊള്ളാം. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വില ചോദിക്കാം, പറ്റുവാണെങ്കിൽ വാങ്ങാം. രസമുണ്ട്, കളർഫുള്ളായിട്ടിരിപ്പുണ്ട്. ഇത് ചെരുപ്പാണ്. ഇവിടെ വന്ന് ചെരുപ്പൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചെരുപ്പൊക്കെ വാങ്ങാം കേട്ടോ. പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഹോം മെയ്ഡിൻ്റെ ചോക്ലേറ്റൊക്കെയാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ അപ്പോൾ ഇതൊരു സൈഡ് വ്യൂ പോയിന്റ് ആണ്. പിന്നെ നമ്മളൊരു ചേട്ടൻ, പാവപ്പെട്ട ഒരു ചേട്ടൻ പോക്കറ്റ് കൈയിട്ടുണ്ടൊക്കെ ഇവിടെ ചായപ്പൊടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ ചേട്ടാ ഒരു ഹായ് പറഞ്ഞേ. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു ചായപ്പൊടിയൊക്കെ മേടിച്ച് സഹായിക്കണം കേട്ടോ. നല്ല ചായപ്പൊടി, ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. പുള്ളിക്കാരൻ സ്വന്തമായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധനം എന്നാ പറയുന്നത്. ചായപ്പൊടി പോയിട്ട് ചോക്ലേറ്റ് ഹോം മെയ്ഡ് 50 രൂപയ്ക്ക് ചോക്ലേറ്റ് 50 രൂപയ്ക്ക് ചോക്ലേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആണോ? എനിക്ക് വൈറ്റ് ചോക്ലേറ്റാണ് പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഇവിടെയൊക്കെ. എല്ലാം ഹോം മെയ്ഡാണ് കേട്ടോ. 1/2 കിലോക്കാണ് 100 രൂപ. എത്ര വെയിറ്റ് ഇപ്പോൾ ഇരിക്കുന്ന എത്ര വെയിറ്റ് ഉണ്ട്? അത് 1/2 കിലോ പാക്കറ്റ് അല്ലേ? ഇത് കൊള്ളാം കേട്ടോ. 1/2 കിലോ പാക്കറ്റാണ് 130 രൂപ കേട്ടോ. ചായപ്പൊടി 50, 1/4 കിലോ 50, 1/2 കിലോ 100 രൂപ. 1/2 കിലോ 100 രൂപ. ആ ചെറിയ ചെറിയ ഡോട്ടുള്ള ചോക്ലേറ്റ് എത്ര? മുട്ട പോലെ ഇരിക്കുന്നത് അത് 50 രൂപ. ഇത് ഈ ചെറുത് മണി 50 രൂപ. അതിന്റെ വലിയ പാക്കറ്റ് 100 രൂപ. അതേതാണ്? ഇതാണല്ലേ? 50 രൂപയ്ക്കുണ്ട്, 100 രൂപയ്ക്കുണ്ട് കേട്ടോ. അത് പല്ലിമുട്ട മാതിരി ഇരിക്കും. കൊള്ളാം. നിങ്ങളൊക്കെ അപ്പോൾ അടുത്ത വെക്കേഷന് ഓണത്തിനൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ ചേട്ടൻ്റെ കടയുടെ പേര് രാഹുൽ ഷോപ്പാണ്. കുഴപ്പമില്ല. അവന് പാവപ്പെട്ട ചേട്ടൻ വരുമ്പോണ്ട്. റൂമുണ്ട് അല്ലേ? റൂമും ടെൻ്റൊക്കെ ഉണ്ട്. ടെൻ്റൊക്കെ എത്ര റേറ്റ് വരുന്ന ടെൻ്റെ? ഒരാളിന് ജാസ്തി ആയിരിക്കും. എല്ലാം സെറ്റായിട്ട് ഒരാൾക്ക് 1500. ഒരു ഫാമിലിക്ക് വന്നാൽ കുറയ്ക്കും. റൂംസ് ആണെങ്കിൽ വീട് ഹോം സ്റ്റേ എത്ര പേർ തങ്ങാം? 15 പേർക്ക് തങ്ങാന്നാ പറയുന്നത്. 6000 രൂപയേ ഉള്ളൂ. അതെന്ത് ലാഭമാണ്? കുഴപ്പമില്ല. 15 പേർക്ക് തങ്ങാമെങ്കിൽ ഫുഡൊക്കെ ഫുഡൊക്കെ വെച്ച് കഴിക്കണം. ചിക്കനൊക്കെ കിച്ചണൊക്കെ അവർ തരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ വരുമ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പുള്ളിയെ കണ്ട് കോൺടാക്ട് ചെയ്യാം. എന്തായാലും കുറച്ചൊക്കെ ചെയ്യും കേട്ടോ എന്നാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ നല്ല തിരക്കാണ്. ഈ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ്. ഈ വ്യൂ പോയിന്റ് നമ്മൾ അല്ലാതെ തന്നെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ചതുരംഗപ്പാറയിൽ കയറിയപ്പോൾ ഈ വ്യൂ പോയിന്റ് ലൈഫായിട്ട് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? അപ്പം നമ്മുടെ വ്യൂ പോയിന്റിൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ടോപ്പ് സ്റ്റേഷനിലോട്ട് കയറുകയാണ്. പക്ഷെ ഇതിലൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴേ അറിയുന്നത് ഈ വ്യൂ പോയിന്റ് നമ്മുടെ മൂന്നാറിൽ നിന്നും പൂപ്പാറ പോയിട്ട് ചതുരംഗപ്പാറ എന്നുള്ളൊരു സ്ഥലമുണ്ട്. ടിക്കറ്റ് എത്ര? ചതുരംഗപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. മക്കൾ അവിടെ നിന്നു. ആ കാണുന്ന ടോപ്പ് 10 ആണ്. അപ്പോൾ ടിക്കറ്റ് അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എൻട്രി പ്രൈസ് 20 രൂപീസാണ്. പേഡ് ഹെഡ് ഒരു തലയ്ക്ക് 20 രൂപയാണ്. 20 രൂപയാണ് എൻ്റെ ഹെഡ് ചെയ്യുന്നത്. പക്ഷെ ഞാനിത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത് പൂപ്പാറ. தம்பி ஒரு டவுட் கேட்கட்டுமா? இந்த வந்துட்டு நம்ம வந்துட்டு இந்த வியூ பாயிண்ட் பார்க்குறது வந்து மோடிபேட்டு பேக்கு தானே? மோடிபேடு போடிபேட்டு பேக்கு சைடு தானே? இதுதானே நம்ம இந்த பூப்பாறையிலிருந்து சதுரங்கப்பாறையில் அந்த ஹைட்டில் ஏறும்போது பார்க்குறது அதே வியூ தானே? நான் முதல்ல சொல்லியிருக்கிறேன், நேற்றுக்கு நான் எடுத்து போட்டிருக்கேன் அந்த வியூ. 2 ஹெட்டு ஒரு ஹெட்டுக்கு 20 ரூபீஸு. சின்ன பிள்ளைங்களுக்கு பைசா இல்லை. சின்ன பிள்ளைங்கெல்லாம் ஃப்ரீ தானே?
ആ പോട്ടെ കയറിക്കോ. അവ 10 റുപ്പീസ് എനിക്ക് ബാക്കി വരിക താഴെ വരുമ്പോൾ വാങ്ങിച്ചോളാം കേട്ടോ. 10 റുപ്പീസ് എനിക്ക് ബാക്കി വന്ന് തിരിച്ച് മേടിച്ചോളാം കേട്ടോ. കേട്ട് കയറിക്ക്. ആ അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ട് ഇതിനേക്കാൾ അടിപൊളിയായിട്ട് കണ്ട ഒരു സൈറ്റാണ്. ഇത് ഇത്രയും ഇവിടെ വരേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാനിതിനെ തീർത്തൊരു കാര്യം പറയാം. നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റ് കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണ്ട. നിങ്ങളുടെ മൂന്നാർ വരുമ്പോൾ പൂപ്പാറ പോയിട്ട് അവിടെ നിന്ന് ചതുരംഗപ്പാറ എന്ന് പറയുന്ന ഹൈറ്റ് ഒരു വ്യൂ പോയിന്റ്, നല്ല സൈറ്റാണ്. നല്ല കാറ്റും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്. നല്ല രസമാണ് അത് കാണാൻ. അവിടെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ ലൈഫായിട്ട് ഈ സ്ഥലം കാണാം. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വന്നത്. എന്തായാലും ഇത് നമ്മൾ നേരത്തെ ഒരുപാട് കണ്ടാണ്. ഇതിനെക്കാളും ലൈഫായിട്ട് ചതുരംഗപ്പാറ പോകുമ്പോൾ ഈ പോയിന്റ് ഞാൻ കാണിച്ചത്. എപ്പോഴെങ്കിലും ഞാൻ മൂന്നാർ നിന്ന് പൂപ്പാറ വഴി ചതുരംഗപ്പാറ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ലൈഫ് ഇതിനേക്കാളും നല്ല സൂപ്പറായിട്ട് ഈ സ്ഥലം ഞാൻ കാണിച്ചു തരും. വാ മക്കളെ വാ. അപ്പൊ ഇതാണ് പറഞ്ഞ ഇതാണ് ആ കാണുന്ന സ്ഥലം. അപ്പൊ ഇതിന്റെ ഒരു അപ്പൊ ഇത് ഇത്രയും വ്യൂ ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന സൈറ്റാണ്. അപ്പൊ ഗായ്സ് എന്തായാലും നിങ്ങൾ ഈ സൈറ്റ് കാണണമെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യം. ഇതിനൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും നമുക്ക് ഈ സ്ഥലം. നമ്മുടെ മൂന്നാറിൽ നിന്ന് പൂപ്പാറയിൽ നിന്ന് ചതുരംഗപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഹൈറ്റ് പോയിന്റ് ആണ്. അവിടെ നല്ല രസത്തിൽ അവിടെ കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല സൂപ്പറായിട്ട് കാണാം. ഇതിനേക്കാളും നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റും. നല്ല സൈറ്റാണത്. അത് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഈ ഒരു പോയിന്റ് ആണെന്ന്. ഇങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് തന്നെ വേണ്ടെന്ന് വെച്ചാൽ നോക്കിക്കൊള്ളാം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇതിനേക്കാളും സുഖമായിട്ട് അവിടെ നല്ല കാഴ്ചയാണിത്. പിന്നെ ഇവിടെ ഇപ്പൊ എൻ്റെ വൈഫ് പറഞ്ഞ് പുള്ളിക്കാരത്തി കയറുന്നില്ല. കാരണം എന്താ പറയുക, പുള്ളിക്കാരത്തി ഇത് അവിടെ വെച്ച് ആ സൈറ്റ് അങ്ങനെ കണ്ടതാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ല രസകരമായിട്ടാണ് അത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലങ്ങനെ വേറെ പ്രത്യേകിച്ച് പറയത്തൊക്കെയൊന്നുമില്ല. അപ്പോൾ അവിടെ വെച്ച് കാണുന്നത് സൂപ്പറായിരിക്കും. പക്ഷെ കുറച്ച് ഇവിടെ ഈ ഭാഗത്താണ് നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ കയറിക്കോ. തിരിച്ച് മൂന്നാർ പൂപ്പാറ അങ്ങനെ പോകണമെങ്കിൽ അവിടെ കയറി കാണുന്നതായിരിക്കും നല്ല രസമായിരിക്കും കേട്ടോ. അതെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് കാണുന്നില്ല ആ സ്ഥലം. ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞില്ലേ ഇത്ര നല്ല ലൈഫായിട്ട് നമ്മൾ കാണുന്നതല്ലോ. ഞാൻ ഈ പോക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട്. സംശയം ചോദിച്ചു முதல்ல அங்கே போகும்போது இதோட லைஃப் பார்த்து பண்ணியிருக்கேன். காட்டாடி மரம் இருக்கீங்களா பூமார போயிட்டு சரி சரி ஆ ஒரு ரவுண்ட் தானே சொல்லியிருக்கேன். சொல்லி வீடு பிடிச்சது நீங்க அவா
ഇവിടെ ഉണ്ട്. അവിടെ ഇനിയിപ്പോൾ അങ്ങനെ പോകുമ്പോൾ നോക്കിയാ നോക്കില്ല, നോക്കാം. ഒക്കെ നോക്കിത്താ, ആരെങ്കിലും നോക്കി വാ. അവിടെ നോക്കിയാൽ ഇവിടെ എവിടെ എവിടെ കമ്മൽ ഇവിടെ വരണം, അവിടെ വരണം. വാ. എത്ര രൂപ ജോഡി ജോഡി എല്ലാവരും ഇവിടെ വാ, ഇവിടെ വാ. ആമിനൊക്കെ നോക്ക്, അത് വാങ്ങിച്ചു കൊടുത്താൽ സ്റ്റഡ് പോലെ അത് കൊള്ളാം. ആ അപ്പൊ അതൊന്നും എടുത്ത് ഇത് മക്കളെ ഒന്ന് തുടങ്ങി തലയിട്ട് ഇരിക്കണം. നിനക്ക് വേറെ വാങ്ങിക്കാതെ ഇവിടെ എത്ര രൂപ? 80. 3D മോഡൽ. പൊട്ടിച്ച കളയല്ലേ ഇതെത്ര രൂപ? രാവിലെ ഒരു പാക്കറ്റ് ഇതാണ് അവിടെ ചോദിക്കുന്നത്. അത് വേണ്ട, ഇത് മതി. ഇതേ കൊള്ളാവും, ഭംഗി അതേ ഉള്ളൂ. എനിക്കതേ ശരി. പറഞ്ഞത് നമ്മൾ തട്ടുപടിയാണ് കൊടുക്കുന്നത്. നമ്മൾ തട്ടുപടിയാണ് കൊള്ളാമോ? കൊള്ളാമോ? ഏത് കൊള്ളാം? എവ്വളോ? ഞാൻ ഉണ്ടാക്കി ഇത് ഒരു പീസ് 80 രൂപ. ഈ മോഡല് ഇത് അത് തന്നെയത്. അത് എവിടെ നിർത്തിപ്പോ? ഇത് വേണ്ടാണ്ട് ഞാൻ കണ്ടില്ലല്ലേ. അതിലോട്ടൊന്നും എടുക്കാറുണ്ട്. ഇതൊന്നും ഇവിടെ എടുക്കാം. അതെന്തോ ഒന്നും എടുത്തില്ല. ആ കളറാണോ? അല്ല, രണ്ട് കളർ. അല്ല, സ്കൂളിൽ പോകാൻ കിടക്കിയാണ് ഞാൻ പിന്നീട് എടുത്തു. അത് രണ്ട് മതി. ആ, അത് രണ്ട് മതി. അങ്ങനെയുള്ള തുണികളല്ലേ ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള വാങ്ങണം. ഇതെടുത്തല്ല, ഇതെടുത്തല്ല. ബാഗിൽ 120. ഇപ്പോൾ നല്ല കളക്ഷനൊക്കെ ഉള്ളതാണ്. കുറച്ച് 2-3 പീസ് മേടിച്ചു. ഞാൻ 210 രൂപയുടെ സാധനം മേടിച്ചായിരുന്നു. അപ്പോൾ നല്ല മാലയുണ്ട്, അതൊക്കെ നല്ല മോഡലുണ്ട്. അത് ഓൺലൈനേക്കാളും മാക്സിമം വില കുറവുണ്ട്. ഓൺലൈനിൽ വാങ്ങണേക്കാളും വില കുറവുണ്ട്. നല്ല ഡിസൈനൊക്കെ ഉണ്ട്, ഒരുപാട് മോഡൽസ് ഉണ്ട്. കാണാനൊക്കെ കൊള്ള നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൊക്കേഷൻ്റെ നേരെ അടുത്തിരിക്കുന്ന കടയാണ്. പുള്ളിയുടെ പേരെന്തേട്ടാ? രാജേഷ് കുമാർ ഭായിയുടെ കടയാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്ക്, നിങ്ങളൊക്കെ പൈസയൊക്കെ കൊണ്ടുവന്ന് അടിച്ച് പൊളിക്കും. ഓക്കെ ഗൈസ്. മൂത്രമൊഴിക്കാം പാ. അവിടെ മൂത്രമൊഴിച്ചിട്ടുണ്ടോ? അജ്മൽ ബീറ്റ് ഡോക്ടർ അടിച്ചോ.
അങ്ങനെ ഇവിടെ ഊര്. അത് നോക്കിയത് നഷ്ടമായി ഈ പോയിന്റ്. നമ്മളിത് പോയതിൻ്റെ നടുക്കിടന്ന് ഇപ്പം കറങ്ങുന്നത് 4 സൈഡും നമ്മൾ ക്ഷമേ നമ്മൾ 4 സൈഡും പോയിട്ടുണ്ട്. നടുക്കിടന്ന് ഇപ്പം കറങ്ങും. അപ്പൊ ചേട്ടാ ഇത് നമ്മുടെ സാധനം ഇത് എന്തോ സാധനം ഇത് പൊട്ടാറ്റോ ചിപ്സ് ആണ്. അപ്പൊ നമ്മളിതൊരു വേറെ രീതിയിലാണ് ചെയ്യുന്നത് അല്ലേ? ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു വല്ലാത്തൊരു ഒരു നല്ല രസമുണ്ട്. അത് ശരി. അപ്പോൾ ഈ ചേട്ടൻ്റെ സ്വന്തമായിട്ടുള്ള മസാലയാണ് കൂട്ടി കൊള്ളാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ മസാലയൊക്കെ നമ്മളൊന്ന് കാണിച്ചിരുന്നു. ആ മസാലയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നല്ല സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മസാലയൊക്കെയാണ്. അപ്പോൾ എണ്ണയൊക്കെ അന്നൊന്ന് മാറ്റുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇപ്പം നല്ല രീതിയിലുള്ള അതേ ദിവസം മാറ്റും. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ എണ്ണയിൽ ഇങ്ങനെ ഇട്ട് പൊരിച്ച് കാര്യം വരെ ആക്കി ആ ഒരു ലൈഫിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കുന്നതോറും വീണ്ടും കഴിക്കണമെന്ന് തോന്നും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മൾ കഴിച്ചിട്ടില്ല എന്നാൽ കഴിച്ചിട്ട് ഞാൻ ഇതിൻ്റെ വിവരം പറയാം. ഇത് നല്ല എണ്ണയിൽ ഇങ്ങനെ പൊരിച്ച് ഈ തണുപ്പത്തൊരു ചായ ഉണ്ടല്ലോ ചേട്ടൻ അല്ലേ? ഒരു ചായ ഒക്കെ കുടിക്കുക അടിപൊളിയെന്നാണ് ചേട്ടൻ പറയുന്നത്. ഒരു ചായ കൂടെ പറയാം. AS വേൾഡ് WGmail ചെറിയ AS വേൾഡ് ചെറിയ അതിലടിച്ച് നോക്കിയാൽ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇനി ഓണത്തിന് വരുന്നുണ്ടല്ലോ. ഈ വരുമ്പോൾ എല്ലാവരും വരുന്നവരെല്ലാം ഈ ചേട്ടൻ്റെ കടയിൽ വന്നിങ്ങനെ നോക്കുക. കുറേ വൃത്തിയൊക്കെ ഉണ്ട് ചേട്ടൻ, നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടുണ്ട്. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചേട്ടന് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചോക്ലേറ്റ് ഒക്കെ ചേട്ടാ വില കൂടുതലാണോ കുറവാണോ ചേട്ടാ? എല്ലാം ഇത് 150 രൂപ വിൽക്കുന്നത്. പക്ഷെ നമ്മൾ അപ്പുറത്തെ ഒരാൾ പറഞ്ഞാൽ 130 1/2 കിലോയുടെ പാക്കറ്റ് പറഞ്ഞത്. അങ്ങനെ ഓരോരോ രീതിക്കാണ് ഓരോരുത്തർ ബിസിനസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അവർ എന്തെങ്കിലും കുറച്ച് തരും. ഒരു തണുപ്പൊക്കെ കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണം. അപ്പോൾ നമ്മളതിനൊന്നും എതിരല്ല. പിന്നെ നോക്കണം, അന്വേഷിച്ച് നോക്കി. ഇത് 50ൻ്റെ പാക്കറ്റ് ഉണ്ട്, 100ൻ്റെ പാക്കറ്റ് ഉണ്ട്. പക്ഷേ ഇത് ചെറിയത് 50ൻ്റെ പാക്കറ്റ്, വലുത് 100ൻ്റെ പാക്കറ്റ് കേട്ടോ. ഓക്കെ മാഗി ചിപ്സ്. അപ്പോൾ ചേട്ടാ അത് റെഡിയാക്കി തയ്യാറാക്കി അത് അങ്ങനെയുള്ള ചേട്ടാ അങ്ങനെ അടിപൊളിയായിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതങ്ങനെ വേവിക്കുകയാണ്. നല്ല വേവിട്ട്. അപ്പോൾ ചേട്ടാ ഒരു ചായ ഇവിടെ വേണം. രണ്ടിനൊക്കെ ചായ വേണോ? അപ്പോൾ നമ്മുടെ സുധീഷിന് ഒരു കൈ പറയും. സുധീഷിന് ചായ വേണമെന്നാണ്. സുധീഷ് സ്ട്രോങ് ചായ കേട്ടോ. സ്ട്രോങ് ചായ. എനിക്ക് മധുരവും വെള്ളവും കുറച്ചിട്ടൊരു ചായ കേട്ടോ. മധുരവും വെള്ളം കുറച്ചിട്ട് ചായ. ചേട്ടൻ അത്യാവശ്യം മലയാളമൊക്കെ അറിയും. ചേട്ടൻ്റെ അങ്ങോട്ട് കേരളവും ഇങ്ങോട്ട് തമിഴ്നാട് ബോർഡറുമാണ്. അപ്പോൾ അവർ രണ്ട് അടുത്തടുത്താണ് ഇങ്ങനെ കട സ്ഥിതി ചെയ്യുന്നത്. ചേട്ടാ അത്യാവശ്യം വൃത്തിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടാ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് അതിൻ്റെ വീഡിയോ പിടിക്കുകയാണ്. അപ്പോൾ ഏകദേശം മൊരിഞ്ഞു. നമ്മളെ വെള്ള കളറിൽ കണ്ട സാധനം നല്ല ചുവന്ന കളറിലായി. ചെറിയ കളർ കളർ ചേർത്തിട്ടുണ്ട് ചേട്ടാ. ആ പെപ്പറിൻ്റെ കേട്ട് പെപ്പറൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്യുകയാണ്. ആ ചെമ്മീനല്ലേ? സോസ് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് സൂപ്പറായിട്ട് ചെയ്യണം. മയോണീസ് വേണ്ട. മയോണീസ് ഇടുന്ന വേണ്ട. മയോണീസ് ചെയ്തിട്ട് സമയം കഴിഞ്ഞു പോയാലേ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് രാവിലെ ഒരു 2 മണിക്കൂറിൽ മയോണീസ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് മക്കൾ കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ചോദിക്കും എങ്ങനെ ഉണ്ട് മക്കളെ? ഞാനും കഴിച്ചു നോക്കി. അടിപൊളിയാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, ഉപ്പൊക്കെ ഉണ്ട്. ശരി, അവർ കഴിക്കുകയാണ്. ഇതെൻ്റെ ഇളയ മോളും കഴിക്കുകയാണ്. ചായക്ക് പറഞ്ഞു. ഇവിടെ വില എത്രയാണ്? 50 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. അതിന് 50 രൂപ മുതലുണ്ട് കേട്ടോ സാധനം.